ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സിമ്പിൾ ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ സോഫ്റ്റാണ്. ഈ പൊറോട്ട രൂപത്തിലുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. വളരെ എളുപ്പത്തിലാണ്, 2 ചേരുവ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയാലോ. അതിനാവശ്യമായി ഞാൻ ഒരു ബൗള് ചോറാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ചോറ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൊറോട്ട രൂപത്തിലുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഈ മാറ്റി വെച്ച ചോറ് ഞാൻ മിക്സിയിലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് അരിയുടെ തലേദിവസത്തെ ചോറാണെങ്കിലും ഒരേ ടേസ്റ്റിലും ഒരേ സോഫ്റ്റിലൊക്കെ തന്നെയാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു കോഴിമുട്ടയാണെങ്കിലും കുഴപ്പമില്ല, കാരണം കുറച്ചും കൂടി സോഫ്റ്റ് ആവും കേട്ടോ. ഞാൻ 2 കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും. ഇതിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാവ് കുഴക്കുമ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് മിക്സിയിലിട്ട് നല്ല സോഫ്റ്റ് ആവണ വരെ നമ്മളൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫൈനായി വന്നപ്പോൾ ഞാനതെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക്, ഏത് പാത്രത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ അടിച്ചെടുത്ത ചോറ് വേണ്ടത്. അത് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല, ചൂടോടുള്ള ചോറാണെങ്കിലും ഏത് ചോറാണെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇങ്ങനെ അടിച്ചെടുത്തത്, ഈ രൂപത്തിലാക്കിയത്. അതിലേക്ക് ഞാൻ ചോറ് എടുത്ത അതേ ബൗളിൽ തന്നെ 1 കപ്പ് മൈദയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മൈദയും ചോറും കൂടിയും വെള്ളം തീരെ ആഡ് ചെയ്യണില്ല. ഈ ചോറ് നമ്മൾ അടിച്ചു വെച്ച ചോറിലാണ് കേട്ടോ ഈ മാവ്, നമ്മൾ മൈദമാവ് കുഴച്ച് സെറ്റാക്കി എടുത്തത്. ഇതുപോലെ നല്ല ചപ്പാത്തി രൂപത്തിലാണ് കേട്ടോ നമുക്ക് ആ ഒരു മാവ് വേണ്ടത്. അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 2 ഉരുളകളാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തിയെടുക്കണം വരെ വലിയ ബോളായതുകൊണ്ട് കുറച്ചധികം വലുതായിട്ട് പരത്തി കുറച്ച് എണ്ണ അതിൻ്റെ മേലെ സൺഫ്ലവർ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് പൊടിയും കൂടി മൈദപ്പൊടിയും കൂടി വെതറി കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കണ്ടോ, ഈ ഒരു രൂപത്തിൽ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു കുറച്ച് സൗകര്യക്കുറവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ടേബിളിൻ്റെ സൈഡിലാണ് ഇത് തയ്യാറാക്കുന്നത്. അതുപോലെ നല്ല രീതിക്ക് ഞാനത് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്തിട്ട് നമുക്ക് അതിനൊന്ന് കട്ട് ചെയ്ത്, പൊറോട്ടയ്ക്ക് നമ്മൾ കട്ട് ചെയ്യണ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മുറിച്ചെടുത്ത് അതിനെ നമുക്ക് എങ്ങനെയാണോ നമ്മൾ പൊറോട്ടയ്ക്ക് സാധാരണ അടിച്ചിട്ടും കൈ കൊണ്ട് പരത്തിയിട്ടാണ്, പക്ഷെ ഞാൻ കുഴൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് പൊറോട്ടയുടെ അതേ ടേസ്റ്റ് അല്ല, അതിലും ടേസ്റ്റ് കൂടുതലെന്ന് പറയാം കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ ഈസി സോഫ്റ്റായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട, വളരെ 2-3 ചേരുവകൾ ഉപയോഗിച്ചിട്ട് മാത്രം തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായൊരു റെസിപ്പിയാണിത്. ഇനി ഇത് ഞാൻ നേരെ ചൂട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി എങ്ങനെയാണോ നമ്മൾ പൊറോട്ടയ്ക്ക് നമ്മൾ എണ്ണ കുറച്ച് ഒഴിച്ച് അതിൻ്റെ മേലെ എണ്ണ ഇട്ട് കൊടുത്ത് കുറച്ചിങ്ങനെ തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ചട്ടിയിൽ ഇട്ട് കൊടുത്തു. നന്നായിട്ട് പൊള്ളക്കണുണ്ട് കേട്ടോ, ലെയറൊക്കെ വരുന്നുണ്ട്, നന്നായിട്ട് പൊള്ളക്കണമുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം. ഒരു റിസ്ക്കും ഇല്ല, നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ കൂടുതൽ നമുക്ക് കേടില്ല. മൈദയാണെന്ന് ഒഴിച്ചത് വേറെ ഒന്നും കേടുള്ളതില്ല. അതിൽ ചോറും എഗ്ഗൊക്കെ വെച്ചിട്ടാണ്. പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ ഈ രൂപത്തിൽ കഴിച്ചാൽ ഒട്ടും തന്നെ പൊറോട്ട അല്ലാന്ന് ആരും പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ്, പൊറോട്ടേനേക്കാൾ ടേസ്റ്റാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പൊറോട്ട റെസിപ്പി. വേഗം അത് വെന്ത് നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, പൊറോട്ടയുടെ അതേമാതിരിയാണ് ലെയറായിട്ട് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി പൊറോട്ടയുടെ റെസിപ്പിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യുക. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.